എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഗ്യാസ് സിലിണ്ടറുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും മാർച്ച് മാസം 30-ാം തീയതിക്ക് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്തിരിക്കേണ്ടതുമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗാർഹിക ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. 14.2 കിലോഗ്രാം ഭാരമുള്ള വലിയ ഗ്യാസ് സിലിണ്ടറുകളാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത്. റീഫിൽ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് വെയിറ്റ് 30 കിലോയ്ക്ക് മുകളിലേക്ക് അടുക്കുന്ന സാഹചര്യമുണ്ട്. നിലവിൽ ഈ ഗ്യാസ് സിലിണ്ടറുകൾ 900 രൂപയ്ക്ക് മുകളിൽ നമുക്ക് തുക നൽകിയാണ് ലഭിക്കുന്നത്. എന്നാൽ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാർ സ്കീം പ്രകാരം ഏകദേശം 600 രൂപ മുതൽ 650 രൂപയ്ക്ക് ഇടയ്ക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. പ്രധാനമന്ത്രി ഉജ്ജൽ യോജന പദ്ധതിയിൽ ചേർന്നിട്ടുള്ളവർക്ക് BPLO APLO റേഷൻ കാർഡുള്ള മുൻപ് ഗ്യാസ് സിലിണ്ടറുകൾ ഒന്നും ഇല്ലാതിരുന്ന വ്യക്തികളാണ്. സ്ത്രീ ഗുണഭോക്താക്കളുടെ പേരിലാണ്, അതും 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ ഒരു ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നത്. ഗ്യാസ് സ്റ്റൗ, അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ഗ്യാസ് കണക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ ആദ്യഘട്ടത്തിൽ നൽകുന്നതാണ്. പിന്നീട് വർഷം 9 സിലിണ്ടറുകൾ വരെ റീഫിൽ ചെയ്യുന്നതിന് സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ട്. 300 രൂപ വീതം നമുക്ക് 9 സിലിണ്ടറുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സബ്സിഡി ലഭിക്കുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ 9 സിലിണ്ടറുകൾ കഴിഞ്ഞാൽ പിന്നീട് നോർമൽ റേറ്റിലേക്ക് മാറുകയും ചെയ്യുന്നതാണ്. ഇനി ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടർ സബ്സിഡിയിൽ നമുക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ മാർച്ച് മാസം 30-ന് മുൻപ് നമുക്ക് ഈ KYC പൂർത്തീകരിക്കേണ്ടതാണ്. ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെടുത്തി ഏത് ഏജൻസിയിൽ നിന്നാണോ ഗ്യാസ് എടുക്കുന്നത് ആ ഏജൻസിയിൽ നൽകിയിരിക്കുന്ന അംഗീകരിച്ചിട്ടുള്ള പാസ്ബുക്ക്, ഗ്യാസ് കണക്ഷന്റെ പാസ്ബുക്ക്, അതോടൊപ്പം തന്നെ ഗുണഭോക്താവിന്റെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഗുണഭോക്താവ് നേരിട്ടെത്തിയും ഇത് പൂർത്തീകരിക്കേണ്ടതാണ്. ഏജൻസിയിൽ എത്തിച്ചേർന്നതിന് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഏജൻസിയിൽ എത്തിച്ചേർന്ന് ഈ KYC നോർമലായിട്ട് പൂർത്തീകരിക്കാവുന്നതാണ്. അത് ഫോൺ വഴി ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇനി മറ്റുള്ള ഗുണഭോക്താക്കൾ, അതായത് സബ്സിഡി ലഭിക്കാത്ത 900 അതിന് മുകളിൽ ക്യാഷ് മുടക്കി വാങ്ങുന്ന ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അങ്ങനെയുള്ളവരും എത്രയും വേഗം തന്നെ ഈ KYC പൂർത്തീകരിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവരുടെ അവസാന തീയതി നമുക്ക് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ഗ്യാസ് കണക്ഷൻ റീഫിൽ ചെയ്ത് പിന്നീട് ലഭിക്കണമെങ്കിൽ പോലും ഈ ഒരു KYC നിർബന്ധമാണ്. ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് ആ വ്യക്തിയാണ് ഈ ഒരു KYC പൂർത്തീകരിക്കേണ്ടത്. ഗ്യാസ് കണക്ഷന്റെ ഉടമ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിലവിൽ ഈ ഒരു ഡീറ്റെയിൽസ്, അതായത് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയും വേഗം നമ്മൾ പൂർത്തീകരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ PMUI ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസം 30 വരെയാണ് സമയമുള്ളത്. അല്ലാത്ത ഗുണഭോക്താക്കൾക്ക് നിലവിൽ ഈ വർഷം തന്നെ എത്രയും വേഗം തന്നെ ഈ KYC പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.